മഴ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ പെട്ടെന്ന് ഈ സംഭവങ്ങളൊക്കെ ഒന്ന് കെട്ടിയതാണ്. ജസ്റ്റ് അങ്ങോട്ടെല്ലാം ആ മരത്തിലും ഇതിങ്ങനെ വലിച്ചാൽ മതി, ടൈറ്റ് ആകും കേട്ടോ. ഇങ്ങോട്ട് വലിച്ചാൽ മതി, നമുക്ക് ആവശ്യത്തിന് ടൈറ്റ് ചെയ്യാം. 4 ഭാഗങ്ങളും ഈ മോൾ ഭാഗവും കെട്ടിയിട്ടുണ്ട്. ഇതേപോലെ ഒരു ഹൂക്ക് അവിടെയുണ്ട്, സെൻട്രലുണ്ട്. ഇത് പല പല ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാം. നമുക്കിനി മഴ നനയണ്ട. ഇപ്പോൾ ഒരാഴ്ചയായിട്ട് നല്ല മഴയും കാറ്റുമാണ്. നമ്മൾക്കിന്ന് ഹാമോക്കിൽ കിടക്കാം. നമ്മൾക്ക് ടെൻറ്റൊന്നും ഒടിക്കാൻ പറ്റത്തില്ല, നല്ല കാറ്റുള്ളപ്പം. ഒരു 20 km/h മുകളിൽ കാറ്റുണ്ടെങ്കിൽ ടെൻറ്റ് കൊണ്ട് പോകാതിരിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇവിടെ ഒരു കമുക് വെച്ച് കേട്ടോ, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും കെട്ടി. അത് ഇന്നലെ ഞാൻ വന്ന് ഇതിലേക്ക് നോക്കിയപ്പോഴാണ് എനിക്ക് ഒരു ഐഡിയ വന്നത്. അപ്പോഴേ ഞാനിവിടെ ഒടിഞ്ഞു പോണ ഒരു കമുകെടുത്ത് കെട്ടിയതാണ്. ഇതിൽ ഈ സാധനം ഡയറക്റ്റ് കൊണ്ട് കെട്ടുകയാണെങ്കിൽ ഉണ്ടല്ലോ, മഴ പെയ്തിട്ടുണ്ടെങ്കിൽ ഈ കെട്ടി ഈ സംഭവത്തേക്കൂടെ മൊത്തം, പണ്ട് പ്രാവശ്യം എനിക്കങ്ങനെ പറ്റിയതാണ്. ഇത്തേക്കടെ ഈ ഒഴുകി വരുന്ന വെള്ളം മൊത്തം അങ്ങോട്ട് വരും, ഇതിൻ്റെ അകത്തോട്ട് വരും, ഈ കെട്ട് വഴി അങ്ങോട്ട് വരും. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ഒരു സെറ്റപ്പ് ഉണ്ടെങ്കിൽ നമ്മൾക്ക് സുഖമായിട്ട് ഇതിനകത്ത് കിടക്കാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ഈ മഴവെള്ളം മൊത്തം 2 എൻഡിൽ നിന്നും ഇതിനകത്തോട്ട് നമ്മൾ മൊത്തം നനയും. കഴിഞ്ഞ ആഴ്ച നല്ല മഴയും കാര്യങ്ങളൊക്കെ ആയിരുന്നു, എവിടെയും പോകാൻ പറ്റിയില്ല. അപ്പോൾ ഇന്ന് ശനിയാഴ്ച നോക്കുമ്പോൾ, രാവിലെ നോക്കുമ്പോൾ നല്ല വെയിലൊക്കെ. എന്നാൽ പിന്നെ നമുക്ക് ഇങ്ങോട്ട് പോകുന്നേക്കാന്ന് വിചാരിച്ചു. ഇവിടെ ആകുമ്പം ഈ രീതിയിൽ നമ്മൾക്ക് കാറ്റുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളൊക്കെ. കാറ്റത്ത് നമുക്ക് ടെൻറ്റ് സെറ്റ് ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾക്ക് ഈ രീതി ആകുമ്പം കാറ്റൊന്നും ഒരു വിഷയമുള്ള കാര്യമൊന്നുമല്ല. പക്ഷേ ഇവിടെ വന്നപ്പോൾ സീനങ്ങ് മാറണം. ഇപ്പം തന്നെ കണ്ടില്ലേ, ഇരുണ്ട് മൂടി കിടക്കുകയാണ്. വൈകുന്നേരം ഇപ്പോൾ ഒരു 4 മണി ആയതേ ഉള്ളൂ, മൊത്തത്തിൽ ഇരുട്ടായി ഇവിടെ. പിന്നെ അതും പോരാണ്ട ഒരു മെസ്സേജും വന്നു, അടുത്ത 24 മണിക്കൂറിനുള്ളിൽ എല്ലാം ഒരു തീരുമാനമാവും, മഴ ഇടിച്ചു കെട്ടി വരുന്നുണ്ടെന്ന്. അത് മിക്കപ്പോഴും എന്നും തന്നെ വരും കേട്ടോ ആ മെസ്സേജ്. അപ്പോൾ ഇന്നിവിടെ കൂടുന്നില്ല, രാത്രി ഇവിടെ കൂടുന്നില്ല. ഞാൻ എല്ലാ സാധനങ്ങളൊക്കെ ആയിട്ടാണ് വന്നത്. നമ്മൾക്ക് കുറച്ച് ഇരുട്ടാകുമ്പോഴേക്കും പോയേക്കാം. ഒരു കാപ്പി കൂടിയും കുറച്ച് റെസ്റ്റൊക്കെ എടുത്തിട്ട് നമുക്ക് നല്ല സ്ഥലം വിട്ടേക്കാം. നല്ല കാറ്റും കാര്യങ്ങളൊക്കെ വരുവാണെങ്കിൽ ചിലപ്പം പണി കിട്ടും. ഇതങ്ങനെ വെള്ളമില്ലാത്ത തോടാണ്. മഴയൊക്കെ വരുമ്പം കുത്തി ഒലിച്ച് വെള്ളം ഒഴുകുന്ന സംഭവമാണ് ഇത് കേട്ടോ. ആഹാ, ചക്ക ആർക്കും വേണ്ടാന്ന് തോന്നുന്നു. ഇത് മൊത്തം കാടാണ്, ഈ പ്രദേശം മൊത്തം കാട്. പോരാത്തതിന് ഈ മഴ കണ്ടോ നിൽക്കുന്നില്ല, ഈ സാധനം നമുക്ക് പണി തരും. ഓരോ കാപ്പി വെച്ചടിക്കുക. മഴയും വെയിലും എല്ലാം കൂടിയാണ് കേട്ടോ. ഇപ്പൊ ചാറ്റമഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം ഡെക്കാത്തലോൻ്റെ സാധനങ്ങളാണ്. ഈ മുകളിലുള്ള ടാർപ്പ്, ഈ ഹാമോക്ക്, പിന്നെ ഞാൻ ഉപയോഗിക്കുന്ന ടെൻറ്റ്, ഇതൊന്നും മഴയത്ത് അധികം പിടിച്ച് നിൽക്കില്ല കേട്ടോ. ടെൻറ്റ് പിടിച്ച് നിൽക്കും. ടെൻറ്റും ഈ ടാർപ്പും കൂടി വേണം. നമ്മൾ ഇതിനു മുമ്പ് വീഡിയോകളൊക്കെ ചെയ്തിട്ടുണ്ട് നല്ല മഴയത്തൊക്കെ. ഇതുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഈ ടാർപ്പും കൂടി ടെൻറ്റിൻ്റെ മുകളിൽ കെട്ടിയിട്ട് ക്യാമ്പ് ചെയ്യുകയാണെങ്കിൽ കുഴപ്പമില്ല. അങ്ങനെ ഒരു കാറ്റില്ലാത്ത ദിവസം കിട്ടുവാണെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് ക്യാമ്പ് ചെയ്യാം. നല്ല സ്ഥലവും കിട്ടുവാണെങ്കിൽ. അതാകുമ്പോൾ നമുക്ക് പകലിരുന്നിട്ട് ക്യാമ്പൊക്കെ ചെയ്ത് പുറത്തോട്ട് നോക്കി മഴയൊക്കെ കണ്ട് അടിപൊളിയാക്കാം. ഇതിനു മുമ്പ് അങ്ങനെ 2-3 വീഡിയോ ചെയ്തിട്ടുണ്ട്. ചാനലൊക്കെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പഴയ വീഡിയോസുകളൊക്കെ നോക്കിയാൽ മതി. അങ്ങനെ ഇഷ്ടംപോലെ വീഡിയോസുകളുണ്ട്, കാട്ടിലും തോട്ടിലും എല്ലായിടത്തും. കട്ടൻ കാപ്പിയാണേ. ഇന്ന് ക്യാമ്പിംഗ് ഒക്കെ അടിപൊളിയാക്കാമെന്ന് വിചാരിച്ച് വന്നതായിരുന്നു.
എനിക്കത്ര സുഖമായിട്ട് തോന്നുന്നില്ല ഇവിടുത്തെ കാര്യങ്ങൾ. അതുകൊണ്ട് നമ്മൾ പോകുന്നേ. എഗ് റൈസ് ഒക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് വന്നതാണ്. ചോറൊക്കെ ഉണ്ടാക്കിയിട്ട് ഒരുപാട് നാളായി. അപ്പോൾ ഇന്ന് കണ്ടൻ്റൊക്കെ തീരെ കുറവാണ്. ഇതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം അല്ലേ. ടാർപ്പ് ടെൻറ്റ് ഈ സാധനവും ഡെക്കാത്തലോൻ്റെയാണ്. ഈ ടേബിൾ 50 കിലോ താങ്ങുമെന്നൊക്കെയാണ് എഴുതി വെച്ചേക്കുന്നത്. 50 താങ്ങുമെന്ന് എനിക്കറിയത്തില്ല. അതിൻ്റെ രൂപം കണ്ടിട്ട് 50 താങ്ങുമെന്ന് അറിയത്തില്ല. ഞാനിതുവരെ 50 കയറ്റി നോക്കിയിട്ടില്ലാത്തതിൽ. പിന്നെ ഇതവരുടെ ഹാമോക്ക്. ഇത് 110 കിലോ കപ്പാസിറ്റി ഉണ്ട്. ഉണ്ടായിരിക്കാം പോളിസ്റ്റോ അങ്ങനെ എന്തോ ഒരു മെറ്റീരിയലാണ് ഈ സാധനം. അത് കെട്ടാനുള്ള കയറും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ കൂടെ കിട്ടും. അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോയിൽ ഉപയോഗിക്കുന്ന ഇമാതിരി സാധനങ്ങളുടെ എല്ലാം ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോയുടെ ലിങ്ക്, ഇതിൻ്റെയൊക്കെ അൺബോക്സിങ്ങും മറ്റുള്ള കാര്യങ്ങളൊക്കെ എവിടെ വാങ്ങിക്കാൻ കിട്ടും എന്നുള്ള കാര്യങ്ങളൊക്കെ എല്ലാ സാധനങ്ങളുടെയും മിക്കവാറും എല്ലാ സാധനങ്ങളുടെയും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർ അതുകൂടി കാണുക. അപ്പോൾ കൊതുക് കൂടി വരുന്നുണ്ട് കേട്ടോ. ഇരുട്ടാകുന്നതനുസരിച്ച് നല്ല കൊതുക് വരും. ഈ വൈകുന്നേരം ഈ ഇരുട്ടുന്നതിന് മുമ്പ് നല്ല കൊതുക് ശല്യം ഉണ്ടാവും. അപ്പോൾ ഇന്ന് കണ്ടൻറ്റൊന്നുമില്ല, ജസ്റ്റ് ഒരു കട്ടൻ വെച്ച് കുടിച്ചോളൂ. ഇതെല്ലാം കൂടി സെറ്റ് ചെയ്ത് മാത്രമേ ഉള്ളൂ. സമയം വേസ്റ്റായി, ഇന്നത്തെ ദിവസം പോയി. ഇനി നമുക്ക് വേറെ ദിവസം ഇവിടെ അടിപൊളിയായിട്ട് ക്യാമ്പ് ചെയ്യാം. അപ്പോൾ ഈ പുല്ലൊക്കെ എല്ലാം ഒന്ന് ക്ലിയർ ആക്കണം. അത് ഇനി സമയമുള്ളപ്പം വേറൊരു ദിവസം ഒന്നെല്ലാം സെറ്റാക്കണം. നമുക്കൊരു ദിവസം എല്ലാ പണിയും കൂടി നടക്കൂല. ഈ ചെളിക്കകത്ത് ഇവിടെയൊക്കെ ഈ പുല്ലുപറിക്കലും ഈ ചെളിക്കടന്നൂറിലൊക്കെ ഒരു ദിവസം ആവൂല, എന്നെ കൊണ്ടാവൂല. പിന്നെ എല്ലാം കുളിക്കേണ്ടതൊക്കെ ആയിട്ട് വരുമെന്നേ. പിന്നെ ക്യാമ്പ് ചെയ്യാൻ വേണ്ടി ഒരു മൂടൊക്കെ അങ്ങ് പോകും. അപ്പോൾ ഇന്നത്തെ ക്യാമ്പിങ് നമുക്ക് മതിയാക്കാം. പിന്നെ എന്തെങ്കിലും സംശയമൊക്കെ ഉള്ളവരാണെങ്കിൽ ക്യാമ്പിങ്ങുമായിട്ട് പിന്നെ സ്ഥലം ഒന്നും എവിടെയാണെന്ന് ചോദിക്കരുത്. നമ്മൾ എവിടെയെങ്കിലും ഒരു നല്ല സ്ഥലമൊക്കെ കണ്ടുപിടിച്ച് എവിടെയെങ്കിലുമൊക്കെ ആയിരിക്കും ക്യാമ്പ് ചെയ്യുന്നത്. സ്ഥലം നമുക്ക് ചുറ്റുപാടുകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ടെന്നേ. ഞാൻ പോകുന്ന വഴിക്കൊക്കെ നോക്കും. രണ്ട് ഗൂഗിൾ മാപ്പ് ഉണ്ടല്ലോ, ഗൂഗിൾ മാപ്പുണ്ട്. എന്തൊക്കെ വേർഷൻസാണ് കിടക്കുന്നത് അതൊക്കെ വെച്ച് അങ്ങ് ട്രൈ ചെയ്യും ഓരോ സ്ഥലങ്ങളിൽ. ആ സ്ഥലങ്ങളിലൊക്കെ എന്തൊക്കെയോ സംഭവങ്ങളൊക്കെയാണ് ഉള്ളത്. പിന്നെ നമ്മൾ യാത്ര ചെയ്യുമ്പം ശ്രദ്ധിക്കുക ഓരോ ഏരിയകൾ. നമ്മൾക്കിപ്പം എല്ലാ സ്ഥലത്തെ ആൾക്കാരൊക്കെ ഓരോ പോലെ ആയിരിക്കത്തില്ല. നമ്മൾ അതൊക്കെ ശ്രദ്ധിച്ച് ചെയ്യുക. അപ്പം നമുക്ക് മനസ്സിലാവും ഒരു സ്ഥലത്ത് ചെന്ന് എത്തിപ്പെടുമ്പം ഇവിടെയുള്ള ആൾക്കാർക്ക് എങ്ങനെയുണ്ട്. വഴി അറിയത്തില്ല. ഇപ്പം ഗൂഗിൾ മാപ്പുകളിൽ ഇട്ടിട്ടാണല്ലോ നിങ്ങളെല്ലാവരും സഞ്ചരിക്കുന്നത്. വഴി അറിയാമെങ്കിലും ചുമ്മാ ഒരു രണ്ടുപേരോട് ആ റോഡ് സൈഡിൽ നിന്ന് ഒരു ഓട്ടോക്കാരോടോ അല്ലെങ്കിൽ ആരോടൊക്കെ ചുമ്മാ ഒന്ന് വഴി ചോദിക്കുക. ഏകദേശം ആൾക്കാരുടെ സ്വഭാവം മനസ്സിലാവും. ഇപ്പം നമ്മൾ ഗൂഗിൾ മാപ്പിലുള്ള വഴി അവിടെ ഉണ്ടോ അതോ മഴവെള്ളത്തിൽ ഒഴുകിപ്പോയോ, ആ കാര്യങ്ങളൊക്കെ നമ്മൾക്ക് അറിയാനും പറ്റും. അങ്ങനെ നമ്മൾക്ക് കുറേ സ്ഥലങ്ങളൊക്കെ കണ്ടുപരിചയവും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾക്ക് പുതിയതായിട്ടൊരു സ്ഥലത്ത് ചെന്ന് എത്തിപ്പെടുമ്പോഴേ അറിയാം ഇവിടെയുള്ള ആൾക്കാർക്ക് ഇങ്ങനെയാണ്, ഇത് പ്രശ്നമുള്ള സ്ഥലമല്ല. അങ്ങനെയൊക്കെയാണ് സ്ഥലങ്ങളൊക്കെ കണ്ടുപിടിച്ച് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഒറ്റയ്ക്കല്ലേ പോകുന്നത്, അതുകൊണ്ട് പിന്നെ കുഴപ്പമൊന്നുമില്ല. ഒരുപാട് ഗ്രൂപ്പൊക്കെ ആയിട്ട് പോകുമ്പോഴാണ് പ്രശ്നമൊക്കെ. ഒറ്റയ്ക്ക് വരുവാണെങ്കിൽ എന്ന് ആരും കാര്യമൊന്നും ആക്കത്തൊന്നുമില്ല. അപ്പോൾ ഇന്നത്തെ പരിപാടി ഇവിടെ മതിയാക്കാം. ഞാനൊരു അരമണിക്കൂർ ജസ്റ്റ് ഒന്ന് കിടന്നിട്ട് സ്ഥലം വിടാം.